നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് AICC ആസ്ഥാനവും നേതാക്കന്മാരുടെ ഔദ്യോഗിക വസതികളുമെല്ലാം നിർണായക ചർച്ചകളുടെ വേദിയായി മാറിയത്. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായുള്ള ചർച്ചകളായിരുന്നു അന്ന് നടന്നത്. അതായത് കേരളത്തിൽ UDF വലിയ വിജയം നേടുന്നു, 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം ഉടലെടുക്കുന്നു. VD സതീശൻ, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഒരു ഭാഗത്ത്, രമേശ് ചെന്നിത്തല മറുഭാഗത്ത്, KC വേണുഗോപാൽ മറ്റൊരു ഭാഗത്ത് എന്നിങ്ങനെ 3 നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നീളുന്നു. ഈ തർക്കം തെരുവുകളിലേക്കും ഫ്ലെക്സ് യുദ്ധങ്ങളിലേക്കും വരെ പോയത് നമ്മൾ കണ്ടതാണ്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒടുവിൽ VD സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കാനായി ഗവർണറെ കണ്ട് അനുവാദം ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതോടുകൂടി കേരളത്തിലെ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിച്ചു. KC വേണുഗോപാൽ അവസാന നിമിഷം വരെയും തനിക്ക് MLA-മാരുടെ പിന്തുണയുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് താനാണ് എന്നും വാദിച്ചു. മുതിർന്ന നേതാവാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഭരണപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തന്നിലേക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം വരേണ്ടതെന്നും രമേശ് ചെന്നിത്തലയും വാദിച്ചു. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള അധികാര വടംവലി നടക്കുമ്പോൾ അതിൽ അപ്രിയരായിട്ടുള്ള നേതൃത്വം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി പദം വരും എന്നാണ് രമേശ് ചെന്നിത്തല കരുതിയത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആരോടും പറയാതെ ഗുരുവായൂരിലേക്ക് പോയതും പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനം അടക്കം ചോദിച്ചു വാങ്ങുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും കേരളത്തിലെ അധികാര തർക്കം അവസാനിച്ചിരിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുന്നു. ധനവകുപ്പ് അടക്കമുള്ള നിർണായക വകുപ്പുകളെല്ലാം VD സതീശന്റെ പക്കൽ വരുന്നു. അതേസമയം KC വേണുഗോപാൽ വിഭാഗത്തിനും വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ലഭിക്കുന്നു. അങ്ങനെ ശുഭകരമായി കേരളത്തിൽ കാര്യങ്ങൾ അവസാനിക്കുന്നു. എന്നാൽ നിർണായകമായ മറ്റൊരു ചർച്ചയ്ക്ക് വേദിയാവുകയാണ് ഇപ്പോൾ AICC ആസ്ഥാനം. AICC ആസ്ഥാനത്ത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KC വേണുഗോപാലും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വലിയ ചർച്ചകൾ നടത്തുകയാണ്. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന മറ്റ് 2 പേർ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമാണ്. കേരളം പോലെ തന്നെ വർഷങ്ങളായി അധികാര വടംവലി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് നമുക്കറിയാം. കാരണം കർണാടകയിൽ 2023 തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന BJP സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസ് വലിയ വിജയം നേടുകയായിരുന്നു. വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന് വേണ്ടി നയിച്ചത് DK ശിവകുമാർ എന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നാണ് എല്ലാവരും കരുതിയത്. ഹൈക്കമാൻഡിനും താല്പര്യം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ വലിയ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ അവിടെ സിദ്ധരാമയ്യ മറ്റൊരു അവകാശവാദവുമായി രംഗത്ത് വന്നു. താനാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ്, താൻ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള അവസരം നൽകണം, തനിക്കാണ് MLA-മാരിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്ന് സിദ്ധരാമയ്യ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് MLA-മാരുടെ പിന്തുണ പരിശോധിച്ചപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞത് ശരിയാണ്, ഏറ്റവും അധികം MLA-മാർ സിദ്ധരാമയ്യയുടെ പക്ഷത്തായിരുന്നു. അങ്ങനെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി വരുന്നു. ആ സമയത്തും 2.5 കൊല്ലത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് നൽകണമെന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു എന്ന ചർച്ചകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. 2.5 വർഷത്തിന് ശേഷം ആ ഫോർമുലയുണ്ട് എന്ന വാർത്തകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് DK ശിവകുമാറിൻ പക്ഷം മുഖ്യമന്ത്രി സ്ഥാനം തിരികെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സിദ്ധരാമയ്യ ആ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ കൊടുത്തില്ല. 2.5 വർഷം എന്നത് പാലിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ 3 വർഷം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നോക്കാം എന്ന് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി കർണാടക മന്ത്രിസഭ 3 വർഷം പൂർത്തിയാക്കുന്നു. വീണ്ടും അധികാര വടംവലി കർണാടകയിൽ തുടങ്ങുന്നു. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേ അടങ്ങൂ എന്ന ഒരു നിലപാടിലാണ് DK ശിവകുമാർ എന്നാണ് സൂചന.
അതേസമയം ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിയാൻ കഴിയില്ല. MLA-മാരുടെ പിന്തുണ ഇപ്പോഴും തനിക്കാണ്. താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നത് MLA-മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയുള്ള വാദഗതികൾ നിരത്തുകയാണ് സിദ്ധരാമയ്യ. ഈ തർക്കം പരിഹരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നിർണായകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തർക്കത്തിനിടയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ നേതാക്കന്മാർ അവരവരുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവിൽ അധികാര മാറ്റം വേണം, സംസ്ഥാനത്ത് നേതൃമാറ്റം വേണം എന്ന അഭിപ്രായമാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർക്കുള്ളത് എന്നാണ് സൂചന. കാരണം KC വേണുഗോപാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും എല്ലാം അവിടെ സംസ്ഥാനത്ത് നേതൃമാറ്റം വേണം എന്നാവശ്യപ്പെടുന്നവരാണ്. അതായത് സിദ്ധരാമയ്യ ഒഴിയുകയും അതേസമയം DK ശിവകുമാർ മുഖ്യമന്ത്രി ആവുകയും വേണം. പക്ഷേ സിദ്ധരാമയ്യയെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളിടത്താണ് ഈ സമയത്തെ പ്രാധാന്യം. അതായത് വരുന്ന ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യമോ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 24 സീറ്റുകളിലേക്ക് രാജ്യസഭയിലേക്ക് ഒഴിവരുകയും ആ തെരഞ്ഞെടുപ്പുകൾ ഉടൻ നടക്കുകയും ചെയ്യും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരുടെ കാലാവധി അവസാനിക്കുകയാണ്. കർണാടകയിൽ 4 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ഇതിൽ 3 രാജ്യസഭാ സീറ്റുകൾ നിഷ്പ്രയാസം പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴത്തെ അംഗബലം വെച്ച് സാധിക്കും. അതുകൊണ്ട് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അധികാര കൈമാറ്റം അല്ലെങ്കിൽ നേതൃമാറ്റം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഉദ്ദേശം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരമൊഴിയുകയാണ് എങ്കിൽ സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയം അധികാരമൊഴിയാൻ തയ്യാറായാലും ഒരു കാരണവശാലും DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സിദ്ധരാമയ്യ അനുവദിക്കില്ല എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ കർണാടക മുഖ്യമന്ത്രിയാകും. ഖാർഗെ കർണാടക മുഖ്യമന്ത്രിയായി വരാൻ തയ്യാറായാൽ എതിർക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്നുറപ്പാണ്. DK ശിവകുമാറിന് വേണ്ടിയും സിദ്ധരാമയ്യയ്ക്ക് വേണ്ടിയും മറ്റു ചില നേതാക്കന്മാർക്ക് വേണ്ടിയും മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA-മാർ 2ഓ 3ഓ ചേരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2028 കർണാടകയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നിയമസഭയുടെ മറ്റൊരു സഭയായിട്ടുള്ള MLCE തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ നേതൃമാറ്റം നടന്നേ തീരൂ എന്ന് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല MLA-മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരേ ഐക്യം സംസ്ഥാനത്ത് വരണമെങ്കിൽ ഖാർഗെയെ പോലെയുള്ള ഒരാൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണ് എങ്കിൽ AICC അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ച് മുഖ്യമന്ത്രിയായി മല്ലികാർജുൻ ഖാർഗെ നേരെ കർണാടകയിലേക്ക് വരും. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിന് സാധ്യത ഉണ്ടാകുന്നത്. കേരളത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ അസന്തുഷ്ടനായ അല്ലെങ്കിൽ ഒട്ടും പ്രീതിയില്ലാതിരുന്ന അല്ലെങ്കിൽ വളരെയധികം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന KC വേണുഗോപാലിന് അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം വാഗ്ദാനം ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം, ദേശീയ അധ്യക്ഷ സ്ഥാനം. AICC അധ്യക്ഷനായി KC വേണുഗോപാൽ വരുമെന്ന വാർത്തകൾ അന്ന് നിറഞ്ഞു നിന്നിരുന്നതാണ്. പക്ഷേ KC വേണുഗോപാൽ എങ്ങനെയാണ് AICC അധ്യക്ഷനായി മാറുക എന്ന് നമുക്കന്ന് സംശയമുണ്ടായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളും മത്സരവും അടക്കം നടന്നതിന് ശേഷമാണ് AICC അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗെ വന്നത്. നമുക്കറിയാം, ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ വലിയ പോരാട്ടം AICC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി നടന്നിരുന്നു. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് അയത്നലളിതമായി വളരെ ഈസിയായി രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് പോലെ KC വേണുഗോപാലിനെ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക? 7 വർഷമായി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ തുടരുന്നു. ഇനിയും അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നേരെ അദ്ദേഹത്തെ കേരള മുഖ്യമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ നേതാവിന് AICCയുടെ ജനറൽ സെക്രട്ടറിയായി മാറാമായിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ എത്തിക്കുക മാത്രമായിരുന്നു പോംവഴി. അവിടെയും KC വേണുഗോപാലിന് തുണയായി മാറിയത് കർണാടകയിലെ രാഷ്ട്രീയമാണ്. KC വേണുഗോപാലിന്റെ ഭാഗ്യമെന്ന നിലയിൽ കർണാടക രാഷ്ട്രീയത്തിലെ അധികാര വടംവലി മാറുകയായിരുന്നു. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പോരടിച്ചിരുന്ന സിദ്ധരാമയ്യയും DK ശിവകുമാറും മല്ലികാർജുൻ ഖാർഗെ മുഖ്യമന്ത്രിയായി വരാം എന്ന് സമ്മതിച്ചാൽ തീർച്ചയായും പത്തി മടക്കിയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മല്ലികാർജുൻ ഖാർഗെ മുഖ്യമന്ത്രിയായി കർണാടകയിലേക്ക് പോയാൽ ദേശീയ അധ്യക്ഷ സ്ഥാനം എന്ന വാതിൽ തുറന്നു കിട്ടുകയും ചെയ്യും. എന്തായാലും അതിനിർണായകമായ കാര്യങ്ങളും ചർച്ചകളുമാണ് AICC ആസ്ഥാനത്ത് നടക്കുക എന്നത് വ്യക്തമാണ്.
കേരള മുഖ്യമന്ത്രി സ്ഥാനമെന്ന പദവി കയ്യെത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ വഴി തുറന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കെ.സി. വേണുഗോപാലിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യവുമായിരിക്കും. നിർണായകമായ ചർച്ചകൾക്ക് ശേഷം തീരുമാനം വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് സൂചന.